അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് ബഹുമാനപ്പെട്ട സിക്കന്ദരി ഷെയ്ഖ് അവറുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഖൗഫ് റജാഇ എന്ന വിഷയമാണ്. റജാഇ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, അള്ളാഹിൻ്റെ മഗ്ഫിറത്തിനെക്കുറിച്ചുള്ള പ്രതീക്ഷ. ഖൗഫ് അള്ളാഹിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയപ്പാട്. ഇത് രണ്ടും സമഞ്ജസമായി സമ്മേളിക്കണം. ബാലൻസ് രണ്ടും ശരിയാണ്. റജാവ് കൂടുതലാകാൻ പാടില്ല, ഖൗഫ് കൂടുതലാകാൻ പാടില്ല. ഖൗഫും റജാവും സമസമമായി നിൽക്കണം. അങ്ങനെ റജാവ് ഉണ്ടെങ്കിൽ, പ്രതീക്ഷ ഉണ്ടെങ്കിലേ വാസ്തവത്തിൽ അമലുകളിലേക്ക് ഔത്സുക്യമുണ്ടാവും. ഖൗഫ് ഉണ്ടെങ്കിലേ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിരമിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഖൗഫും റജാവും ബാലൻസ് ശരിയായിരിക്കണം. നൈരാശ്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നൈരാശ്യം ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഇനി നന്നാവുകയില്ല എന്ന ഒരു ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല. ബഹുമാനപ്പെട്ടവർ ഈ പ്രസ്തുത സംഗതി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇദാ വഖഅ മിൻക ദംബുൻ ഫലാ യകുൻ സബബൻ ലിയഅ്സിക മിൻ ഹുസൂലിൽ ഇസ്തിഖാമത്തി മഅ റബ്ബിക് ഫഖദ് യകൂനു ദാലിക ആഖിറ ദംബിൻ ഖുദ്ദിറ അലൈക ഇദാ അറദ്ത അൻ യഫ്തഹ ലക ബാബർ റജാ ഫഷ്ഹദ് മിൻ മാ മിൻഹു ഇലൈക വഇദാ അറദ്ത അൻ യഫ്തഹ ലക ബാബൽ ഖൗഫ് ഫഷ്ഹദ് മാ മിൻക ഇലൈഹി. ഇദാ വഖഅ മിൻക ദംബുൻ, നിൻ്റെ പക്കൽ നിന്ന് വല്ല തെറ്റും കുറ്റവും സംഭവിച്ചു പോയാൽ, ഫലാ യകുൻ സബബൻ, അത് കാരണമാകാൻ പാടില്ല, ലിയഅ്സിക, നിൻ്റെ നൈരാശ്യത്തിന് കാരണമാകാൻ പാടില്ല. എന്തിനെക്കുറിച്ചുള്ള നൈരാശ്യമാണ്? മിൻ ഹുസൂലിൽ ഇസ്തിഖാമത്തി മഅ റബ്ബിക, നിൻ്റെ റബ്ബിനോടൊപ്പം ഇസ്തിഖാമത്ത് ഉണ്ടാകുന്നതിനെ സംബന്ധിച്ചുള്ള നൈരാശ്യത്തിന് കാരണമാകാൻ പാടില്ല. ഇസ്തിഖാമത്ത്, ചൊവ്വേ നിൽക്കുക, ചൊവ്വേ നടക്കുക എന്നതായ ഇസ്തിഖാമത്ത്, ആർജവം. നിൻ്റെ റബ്ബിനോടൊപ്പം ആർജവം ഉണ്ടാകുന്നതിനെ സംബന്ധിച്ചുള്ള നൈരാശ്യത്തിന് കാരണമാകാൻ പാടില്ല. ഇനി ഞാൻ ഋജുവായ സരണിയിലൂടെ നടക്കുകയില്ല, നടക്കാൻ എനിക്ക് സാധിക്കില്ല, തെറ്റ് സംഭവിച്ചു പോയി എന്ന അപകർഷതാബോധം, ആ അപകർഷതാബോധം ഒരു നൈരാശ്യത്തിലേക്ക് നയിക്കാൻ പാടില്ല. അങ്ങനെ ഇനി ഇസ്തിഖാമത്ത് കഴിയില്ല എന്നൊരു ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല. ദമ്പ് എന്നത് ഇസ്തിഖാമത്തിന് വിരുദ്ധമല്ല. വല്ലപ്പോഴും എതിർച്ചയാ ഒരു ദമ്പ്, ഒരു കുറ്റം സംഭവിച്ചു പോയി എന്നത് ഒരിക്കലും ഇസ്തിഖാമത്തിന് എതിരല്ല. അങ്ങനെ നൈരാശ്യം സംഭവിക്കാൻ പറ്റില്ല. ഇദാ വഖഅ മിൻക ദംബുൻ, നിൻ്റെ പക്കൽ നിന്ന് വല്ല തെറ്റും കുറ്റവും സംഭവിച്ചു പോയാൽ ഫലാ യകുൻ സബബാ, അത് കാരണമാകായി ഭവിക്കാതിരിക്കട്ടെ, ലിയഅ്സിക, നിൻ്റെ നൈരാശ്യത്തിന് കാരണമായി ഭവിക്കാതിരിക്കട്ടെ, മിൻ ഹുസൂലിൽ ഇസ്തിഖാമത്തി മഅ റബ്ബിക, നിൻ്റെ റബ്ബിനോടൊപ്പം ആർജവം ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് നൈരാശ്യമുണ്ടാകുന്നതിന് കാരണമാകാതിരിക്കട്ടെ. ഇസ്തിഖാമത്ത് നമ്മൾ സദാ അള്ളാഹുവിനോട് ഇസ്തിഖാമത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീം, ഋജുവായ സരണിയിൽ ചരിപ്പിക്കണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ നിസ്കാരത്തിലും, നിസ്കാരത്തിന് പുറത്തും. അപ്പോൾ നമുക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാകണം. ഇസ്തിഖാമത്തിനെ കുറിച്ചുള്ള നൈരാശ്യം വന്നു പോകാൻ പാടില്ല, തെറ്റ് സംഭവിച്ചു പോയി എന്നതുകൊണ്ട്. തെറ്റ് എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് നൈരാശ്യം വന്നു പോയാൽ അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ ആകെ മുങ്ങിയാൽ, കുടിതെറ്റ്, ഞാൻ തെറ്റുകാരനായിപ്പോയി, മോശക്കാരനായിപ്പോയി, ഇനി ഞാൻ നന്നാവില്ല എന്ന് ചിന്ത തോന്നിയാൽ വീണ്ടും അടിക്കടി തെറ്റ് ചെയ്യാൻ അത് പ്രേരകമായി മാറും. അതുകൊണ്ട് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും. ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ് അതുകൊണ്ട് വന്നു ചേരുക, അത് വലിയ അബദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്തിഖാമത്തിന് വിരുദ്ധമാകുന്നത് എന്താ? ഇസ്തിഖാമത്തിന് വിരുദ്ധമാകുന്നത് വല്ലപ്പോഴും വല്ല തെറ്റും സംഭവിക്കുക എന്നതല്ല ഇസ്തിഖാമത്തിന് വിരുദ്ധം. ഇസ്തിഖാമത്തിന് വിരുദ്ധം ഇന്നമാ യുനാക്കിളുഹ അൽ ഇസ്റാറു അല ദംബ് എന്ന ലാ ഫീലു ദംബ് അലാ സബീലിൽ ഫൽത്ത, എതിർച്ചയ വല്ലപ്പോഴും ജീവിതത്തിൽ വല്ലപ്പോഴും വല്ല തെറ്റുകളും സംഭവിച്ചു പോകുന്നു എന്നതല്ല ഇസ്തിഖാമത്തിന് വിരുദ്ധമായിട്ടുള്ളത്. ഇസ്തിഖാമത്തിന് വിരുദ്ധമായത് എന്താ? തെറ്റ് നിരന്തരമായി ചെയ്യുക, തെറ്റിനോട് ഇഷ്ടവും സ്നേഹവും ഉണ്ടാവുക, അത് എനിക്കും തുടരണമെന്ന ആഗ്രഹം മനസ്സിൽ വെച്ച് നിർത്തുക, അങ്ങനെ ഇസ്റാർ ചെയ്യുക, ഇത് ഇസ്തിഖാമത്തിന് വിരുദ്ധമാണ്. വല്ലപ്പോഴും വല്ല തെറ്റും സംഭവിച്ചു പോയി, അത് ഇസ്തിഖാമത്തിന് വിരുദ്ധമല്ല. അങ്ങനെ സംഭവിച്ചു പോയാൽ ഒരിക്കലും നിരാശ ഉണ്ടാകരുത്.
ഇസ്തിഖാമത്തിനെ കുറിച്ച് ഒരിക്കലും നിരാശ ഉണ്ടാകരുത്. ഇതാ വക്കഴമിങ്ക ദമ്പുൻ ഫലായക്കുൻ സബബൻ ലിയസിക്. അപ്പോൾ അവിടെ വേണ്ടത് എന്താണ്? വേഗം ഖേദിച്ചു മടങ്ങുക. തെറ്റ് സംഭവിച്ചു പോയാൽ ഉടനെ ഖേദിച്ചു മടങ്ങണം. അള്ളാഹിൻ്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശപ്പെടാതെ വേഗം ഖേദിച്ചു മടങ്ങി തെറ്റ് തിരുത്തി ജീവിതം സംശുദ്ധമാക്കാൻ ശ്രമിക്കണം. ഇതാ വക്കഴമിങ്ക ദമ്പുൻ ഫലായക്കുൻ സബബാ. നിൻ്റെ പക്കൽ നിന്ന് തെറ്റ് സംഭവിച്ചു പോയാൽ അത് കാരണമാകാതിരിക്കട്ടെ. ലിയസിക മിൻ ഹുസൂലിൽ ഇസ്തിഖാമത്തി മഅ റബ്ബിക. നിൻ്റെ റബ്ബിനോടൊപ്പം ആർജവം ഉണ്ടാകുന്നതിനെ സംബന്ധിച്ചുള്ള നൈരാശ്യത്തിന് കാരണമാകാതിരിക്കട്ടെ. ഫഖദ് യകൂനു ദാലിക ആഖിറ ദംബിൻ ഖുദ്ദിറ അലൈക. എന്തുകൊണ്ടെന്നാൽ ഫഖദ് യകൂനു ദാലിക ആഖിറ ദംബിൻ ഖുദ്ദിറ അലൈക, അത് നിൻ്റെ മേൽ നിശ്ചയിക്കപ്പെട്ട കണക്കാക്കപ്പെട്ട അവസാനത്തെ കുറ്റമാകാം. ഫഖദ് യകൂനു ചിലപ്പോൾ ദാലിക അത് ചിലപ്പോൾ ആയേക്കാം. ആഖിറ ദംബിൻ ഖുദ്ദിറ അലൈക നിൻ്റെ മേൽ നിശ്ചയിക്കപ്പെട്ട കണക്കാക്കപ്പെട്ട അവസാനത്തെ കുറ്റമാകാം. ഈ കുറ്റം അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങാൻ തീരുമാനിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നേരാകാൻ തീരുമാനിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തെറ്റില്ലാതെ വന്നേക്കാം. പൈശാചിക വലയിൽ നീ കുടുങ്ങാതെ, നിൻ്റെ മരണം വരെ കുടുങ്ങാതെ നീ തെറ്റിൽ നിന്ന് വിരമിക്കാൻ നിനക്ക് സൗഭാഗ്യമുണ്ടായേക്കാം. ഇത് അവസാനത്തെ തെറ്റായേക്കാം. ഫഖദ് യകൂനു ദാലിക ആഖിറ ദംബിൻ ഖുദ്ദിറ അലൈക, നിൻ്റെ മേൽ നിശ്ചയിക്കപ്പെട്ട അവസാനത്തെ കുറ്റമായേക്കാം ഇത്. അതുകൊണ്ട് നിരാശപ്പെടാതെ വേഗം ഖേദിച്ചു മടങ്ങിക്കൊണ്ട് സൽസരണിയിലേക്ക്, ഋജുവായ സരണിയിലേക്ക് വേഗം വരിക. ഇസ്തിഖാമത്തിൻ്റെ മാർഗത്തിലേക്ക് വരിക. ഇതാ അറത്ത അൻ യഫ്തഹ ലക ബാബർ റജാ. അപ്പോൾ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയാലുള്ള പ്രതീക്ഷ നിലയ്ക്കാൻ പാടില്ല. അള്ളാഹിൻ്റെ റഹ്മത്തിനെക്കുറിച്ചുള്ള പ്രതീക്ഷ വേണം, മഗ്ഫിറത്തിനെക്കുറിച്ചുള്ള പ്രതീക്ഷ വേണം. അതിനുള്ള മാർഗം എന്താണ്? ഇതാ അറത്ത അൻ യഫ്തഹ ലക ബാബർ റജാ. പ്രതീക്ഷയുടെ കവാടം അള്ളാഹു നിനക്ക് തുറന്നു തരണമെന്ന് നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അള്ളാഹു താല പ്രതീക്ഷയുടെ കവാടം നിനക്ക് തുറന്നു, നൈരാശ്യം വരാതെ പ്രതീക്ഷയുടെ വാതിൽ തുറന്നു തരണം എന്ന് നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഫഷ്ഹദ് മാ മിൻഹു ഇലൈക്. ഫഷ്ഹദ്, നീ മനസ്സുകൊണ്ട് കൽബ് കൊണ്ട് നോക്കിക്കാണുക. എന്താണ് നീ നോക്കിക്കാണേണ്ടത്? മാ മിൻഹു ഇലൈക്, അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് നിന്നിലേക്ക് ഉണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങൾ. അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ഇതുവരെയായിട്ട് നിന്നിലേക്ക് ഉണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങൾ നീ നോക്കിക്കാണുക. ഉമ്മായിയുടെ ഗർഭാശയത്തിൽ നീ ഗർഭസ്ഥ ശിശുവായത് മുതൽക്ക് ഇന്നേ വരെയായി അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ, നിലക്കാത്ത അനുഗ്രഹങ്ങൾ, നിരന്തരമായ അനുഗ്രഹങ്ങൾ, തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളൊന്ന് നോക്കൂ. നീ നിൻ്റെ കൽബ് തുറന്ന് നോക്കുക. അപ്പം നിനക്ക് മനസ്സിലാകും നിൻ്റെ യജമാനി നിന്നെ കൈവടിയുകയില്ല, നിന്നെ കൈയൊഴിക്കുകയില്ല, ഒരിക്കലും നിന്നെ നിസ്സഹായനായി വിടുകയില്ല. അതുകൊണ്ട് നിനക്ക് പ്രതീക്ഷ വരും അള്ളാഹിൻ്റെ റഹ്മത്തിനെക്കുറിച്ച്. അതുകൊണ്ട് ഇതാ അറത്താൻ യഫ്തഹ ലക ബാബർ റജാ, പ്രതീക്ഷയുടെ കവാടം അള്ളാഹു നിനക്ക് തുറന്നു തരണമെന്ന് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഫഷ്ഹദ് മാ മിൻഹു ഇലൈക്, അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് നിന്നിലേക്ക് ഉണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെ നീ ദർശിക്കുക, നോക്കിക്കാണുക. ഇനി പ്രതീക്ഷ കൂടിപ്പോയാലോ അതും കുഴപ്പമാണ്. ഖൗഫ് വേണം, ഇടയ്ക്ക് ഖൗഫും റജാവും വേണം. അങ്ങനെ പ്രതീക്ഷ കൂടി തെറ്റുകുറ്റങ്ങളിലേക്ക് വ്യതിചലിച്ചു പോകുമെന്ന ആശങ്കയുണ്ടോ എങ്കിൽ അവിടെ ഭയപ്പാടിൻ്റെ കവാടം തുറക്കണം. അതിനുള്ള മാർഗം എന്താണ്? അതും പറഞ്ഞു തരാം. ഇദാ അറത്ത അൻ യഫ്തഹ ലക ബാബൽ ഖൗഫ്, ഭയപ്പാടിൻ്റെ കവാടം അല്ലാഹു നിനക്ക് തുറന്നു തരണമെന്ന് നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഇദാ അറത്ത നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അൻ യഫ്തഹ ലക ബാബൽ ഖൗഫി, ഭയപ്പാടിൻ്റെ കവാടം നിനക്ക് തുറന്നു തരണം അല്ലാഹു എന്ന് നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഫഷ്ഹദ് മാ മിൻക ഇലൈഹി, നിൻ്റെ പക്കൽ നിന്ന് അവനിലേക്കുണ്ടായിട്ടുള്ള മോശമായ പെരുമാറ്റങ്ങൾ, അതിനെ നീ നിൻ്റെ കൽബ് കൊണ്ട് നോക്കിക്കാണുക, അത് ദർശിക്കുക. നിൻ്റെ പക്കൽ ഉണ്ടായിട്ടുള്ള തെറ്റുകുറ്റങ്ങളും മോശമായ പെരുമാറ്റങ്ങളും അള്ളാഹുവിനോട് ചെയ്തിട്ടുള്ള നിയമലംഘനങ്ങളും അടവുകേടുകളും മര്യാദകേടുകളും ഇത് നോർത്തു നോക്കുക. അപ്പോഴാണ് നിനക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയപ്പാട് വരുന്നത്. അപ്പോൾ തെറ്റിൽ നിന്ന് നിനക്ക് ഉടനടി വിരമിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് വൈദാറത്തൻ യഫ്തഹ ലക ബാബൽ ഖൗഫി, ഭയപ്പാടിൻ്റെ കവാടം അള്ളാഹു നിനക്ക് തുറന്നു തരണമെന്ന് നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഫഷ്ഹദ് മാ മിൻക ഇലൈഹി, നിൻ്റെ പക്കൽ നിന്ന് അള്ളാഹുവിലേക്കുണ്ടായിട്ടുള്ള മോശമായ പെരുമാറ്റങ്ങൾ അതിനെ നീ ദർശിക്കുക, അത് നീ നോക്കുക. അപ്പോൾ നിൻ്റെ തെറ്റുകുറ്റങ്ങൾ അത് ആ മാലപ്പടക്കം നിൻ്റെ മുമ്പിൽ വരുന്നു, ആ ശൃംഖല നിൻ്റെ മുമ്പിൽ വരുന്നു. ഓരോ നിമിഷത്തിലും, ഓരോ ദിവസത്തിലും, ഓരോ ആഴ്ചയിലും, ഓരോ മാസത്തിലുമായി നീ ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ നിരന്തരമായി നീ ഓർക്കുക. ആ തെറ്റുകുറ്റങ്ങൾ നീ ഓർക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടി നിനക്ക് വരുന്നു. അപ്പോൾ തെറ്റിൽ നിന്ന് ഉടനെ വിരമിക്കുവാനും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുവാനും അള്ളാഹുവിലേക്ക് അടിക്കുവാനും നിനക്ക് സാധിക്കുന്നു.
അതാണ് പറഞ്ഞത് വൈദാ അറത്താൻ യഫ്തഹലക ബാബൽ ഖൗഫി ഫശ്ഹദ് മാ മിൻക ഇലൈ. ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് ഇതാ വക്കഅ മിൻകുൻ ദംബുൻ, ഇതാ വക്കഅ മിൻക ദംബുൻ, വല്ല തെറ്റും വന്നാൽ ഫലായക്കുൻ സബബ, അത് കാരണമാകരുത്. ലിയസിക്കാൻ നിൻ്റെ നൈരാശ്യത്തിന് കാരണമാകരുത്. എന്തിനെ സംബന്ധിച്ചുള്ള നൈരാശ്യം? മിൻ ഹുസൂലിൽ ഇസ്തിഖാമത്തി മഅ റബ്ബിക, നിൻ്റെ റബ്ബിനോടൊപ്പം ആർജവം ഉണ്ടാകുന്നതിനെ സംബന്ധിച്ചുള്ള നൈരാശ്യത്തിന് കാരണമാകരുത്. തെറ്റ് സംഭവിച്ചു പോയാൽ ഇനി ഞാൻ നന്നാവില്ല, എനിക്ക് ചൊവ്വാൻ കഴിയില്ല എന്ന ചിന്ത ഒരിക്കലും വന്നു പോകരുത്. വക്കടിയക്കൂന് താലിക്ക ആഖിറതം ബിൻ കുദ്ദിറാലിക്ക, അത് നിൻ്റെ മേൽ കണക്കാക്കപ്പെട്ട അവസാനത്തെ കുറ്റമായേക്കാം. ഇനി തെറ്റിലെ നീ തൗബ ചെയ്തു മടങ്ങി ഉടനെ തന്നെ മരിക്കുകയാണെങ്കിലോ കുറ്റമറ്റവനായിട്ട് മരിക്കാം. തൗബ ചെയ്തു മടങ്ങി തെറ്റിൽ നിന്ന് അപ്പോൾ തന്നെ മരിച്ചു, അല്ലെങ്കിൽ അന്ന് തന്നെ മരിച്ചു, അപ്പോൾ കുറ്റമറ്റവനായിട്ട് സംശുദ്ധനായി വിശുദ്ധനായി പരിശുദ്ധനായി നിനക്ക് മരിക്കാം. അപ്പം അതുകൊണ്ട് ഒരിക്കലും ചെയ്തു പോയിട്ടുള്ള തെറ്റ് കുറ്റം അത് നൈരാശ്യത്തിന് കാരണമാകരുത്. ഇതാ അറത്താൻ യഫ്തഹലക ബാബർ റജാ, പ്രതീക്ഷയുടെ കവാടം അല്ലാഹു നിനക്ക് തുറന്നു തരണമെന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ ഫശ്ഹദ് മാ മിൻഹു ഇലൈക, അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് നിന്നിലേക്കുണ്ടായ അനുഗ്രഹങ്ങൾ, ആ ആനന്ദമായ അനുഗ്രഹങ്ങൾ, നിരന്തരമായ അനുഗ്രഹങ്ങൾ, അസംഖ്യമായ അനുഗ്രഹങ്ങൾ, അതിനെ നീ നോക്കിക്കാണുക. ആ അനുഗ്രഹങ്ങൾ നോക്കിക്കണ്ടാൽ നിനക്ക് പ്രതീക്ഷ വരും. ഇത്രയധികം അനുഗ്രഹങ്ങൾ എനിക്ക് ചെയ്തു തന്നു അല്ലാഹു തആല, ആ റബ്ബ് ഒരിക്കലും എന്നെ കൈയൊഴിക്കുകയില്ല, അവൻ്റെ റഹ്മത്ത് വിശാലമാണ് എന്ന പ്രതീക്ഷ നിനക്ക് കിട്ടും. വൈദാറത്താൻ യഫ്തഹലക ബാബൽ ഖൗഫി, ഭയപ്പാടിൻ്റെ കവാടം അല്ലാഹു നിനക്ക് തുറന്നു തരണം എന്നിനി ഉദ്ദേശിച്ചാൽ ഫശ്ഹദ് മാ മിൻക ഇലൈഹി, നിൻ്റെ പക്കൽ നിന്ന് അവനിലേക്കുണ്ടായ മോശമായ പെരുമാറ്റങ്ങളെ നീ കാണുക, നോക്കിക്കാണുക. അപ്പോൾ അള്ളാഹുവിൻ്റെ ചെയ്തു തന്നിട്ടുള്ള റഹ്മത്തുകളെ കുറിച്ച് ഓർക്കണം, അപ്പോൾ റജാ ഉണ്ടാകും. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ ഓർക്കണം, അപ്പോൾ ഖൗഫുണ്ടാകും. ഖൗഫും റജാവും സമഞ്ജസമായി സമ്മേളിക്കണം. അത് ബാലൻസ് ശരിയാകണം. റജാവ് കൂടാൻ പാടില്ല, ഖൗഫും കൂടാൻ പാടില്ല. ഖൗഫ് കൂടിയാൽ നീ നൈരാശ്യം വന്നുപോകും, റജാവ് കൂടിയാൽ തീരെ ഭയപ്പെടില്ലാതെ തെറ്റുകുറ്റങ്ങളിലേക്ക് വ്യതിചലിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ബാലൻസ് ശരിയാക്കി നിർത്തണം. അങ്ങനെ നിർത്തുന്നവരാണ് യഥാർത്ഥമായിട്ടുള്ള മുഖ്ലിസീങ്ങളായിട്ടുള്ള ആളുകൾ, മുഅ്മിനീങ്ങൾ, അങ്ങനെയുള്ള ആളുകളാണ്. അടുത്തായി ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സങ്കോച വികാസങ്ങളെ സംബന്ധിച്ചാണ്. മനസ്സിൻ്റെ മനോസങ്കോചത്തെക്കുറിച്ചും മനോവികാസത്തെ സംബന്ധിച്ചുമാണ് പറയുന്നത്. മനോസങ്കോചം അല്ലാഹ് നമുക്ക് വിലക്കുകൾ ഉണ്ടാകുമ്പോൾ, അതിൻ്റെ ഭാഗത്തിന് വിലക്കുകൾ വരുമ്പോൾ മനോസങ്കോചം ഉണ്ടാകുന്നു. ഇല്ല, ദാനങ്ങൾ ഉണ്ടാകുമ്പോൾ മനോവികാസമുണ്ടാകും. എന്നാൽ മനോവികാസ സമയത്ത് നേടിയെടുക്കാൻ കഴിയാത്തത് മനോസങ്കോച സമയത്ത് നേടിയെടുക്കാൻ കഴിയും എന്നാണ് ബഹുമാനപ്പെട്ടവർ അവതരിപ്പിക്കുന്നത്. റബ്ബമാ അഫാദക ഫീ ലൈലിൽ ഖബ്ലി മാലം തസ്തഫിദുഹു ഫീ ഇശ്റാഖി നഹാരിൽ ബസ്ത, റബ്ബമാ അഫാദക ഫീ ലൈലിൽ ഖബ്ലി മാലം തസ്തഫിദുഹു ഫീ ഇശ്റാഖി നഹാരിൽ ബസ്ത. റബ്ബമാ അഫാദക, ഒരു വേള അല്ലാഹു തആല നിനക്ക് നേടിത്തന്നേക്കാം. ഫീ ലൈലിൽ ഖബ്ലി, മനോസങ്കോചമാകുന്ന രാത്രിയിൽ. മനോസങ്കോചത്തെ ഒരു രാത്രിയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മനോസങ്കോചമാകുന്ന രാത്രി, ഇരുട്ടടഞ്ഞ രാത്രി, മനോസങ്കോചത്തിൽ ഇരുട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് മനോസങ്കോചമാകുന്ന രാത്രിയിൽ അള്ളാഹു ചിലപ്പോൾ നിനക്ക് നേടിത്തന്നേക്കാം. മാലം തസ്തഫിദുഹു, നിനക്ക് നേടിയെടുക്കാൻ കഴിയാത്തതായിട്ടുള്ള കാര്യങ്ങളെ. ഫി ഇശ്റാഖി നഹാരിൽ ബസ്തി, മനോവികാസമാകുന്ന പകലിൻ്റെ പ്രകാശത്തിൽ. ഫി ഇഷ്റാഖി നഹാരിൽ ബസ്തി, മനോവികാസത്തിന്മാകുന്ന പകൽ. നഹാറുൽ ബസ്ത്, മനോവികാസമാകുന്ന പകൽ. ആ പകലിൻ്റെ ഇഷ്റാഖ്, അതിൻ്റെ പ്രകാശം. ആ പ്രകാശത്തിൽ നിനക്ക് നേടിയെടുക്കാൻ സാധിക്കാത്തതായിട്ടുള്ള അനുഭൂതികളും ദിവ്യജ്ഞാനങ്ങളും പ്രകാശങ്ങളുമൊക്കെ ഒരു വേള മനോസങ്കോചത്തിൻ്റെ രാത്രിയിൽ നിനക്ക് അല്ലാഹു തആല നേടിത്തന്നേക്കാം. അപ്പോൾ ഖബറിൻ്റെ സമയത്ത് അള്ളാഹുവിൻ്റെ വിലക്കുകളുണ്ടായി. അങ്ങനെ അള്ളാഹുവിൻ്റെ വിലക്കുകൾ ഉണ്ടായപ്പോൾ മനസ്സിന് വിഷമമുണ്ട്. പക്ഷേ നിരാശപ്പെടരുത്, ക്ഷമിക്കണം, പൂർണ്ണമായ ക്ഷമ പാലിക്കണം. വലിയ അനുഗ്രഹങ്ങൾ നിനക്ക് ബസ്തിൻ്റെ സമയത്ത്, മനോവികാസത്തിൻ്റെ സമയത്ത് ഉണ്ടാകുന്നതിനേക്കാൾ വലിയ നേട്ടങ്ങൾ ഇതുകൊണ്ടുണ്ടായേക്കാം. അതാണ് മാലൻ തസ്തഫിദുഹു ഫീ ഇശ്റാഖിൽ ബഹാരിൽ ബസ്ത്, മനോവികാസമാകുന്ന പകലിൻ്റെ പ്രകാശത്തിൽ നിനക്ക് നേടിയെടുക്കാൻ കഴിയാത്ത അത്രയും ദിവ്യജ്ഞാനങ്ങളും ദിവ്യപ്രകാശങ്ങളുമൊക്കെ നിനക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞേക്കാം. അതുകൊണ്ട് ഖബർ ഒരു അനുഗ്രഹമായി കാണുകയും സന്തോഷിക്കുകയും ക്ഷമ പാലിക്കുകയും ചെയ്യണം. സഹനത്തോടുകൂടി ഖബറിനെ സ്വാഗതം ചെയ്യണം. ലാ തദ്റൂന അയ്യുഹും അഖ്റബു ലക്കും നഫ്ആ, അവരിൽ ആരാണ് നിങ്ങൾക്ക്
ഏറ്റവും ഉപകാരത്താൽ സമീപസ്ഥമായത് എന്ന് നിങ്ങൾക്കറിയില്ലല്ലോ എന്ന് മറ്റൊരു സംഗതിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഇവിടത്തേക്കും ബാധകമാണ്. ലാ തദ്റൂന അയ്യുഹും അഖ്റബുലക്കും നഫ്അ, അവരിൽ നിന്ന് ഉപകാരത്താൽ നിങ്ങളിലേക്ക് ഏറ്റവും സമീപസ്ഥർ ആരാണ്, നിങ്ങളിലേക്ക് ഏറ്റവും അടുത്തവരാരാണെന്ന് നിങ്ങൾക്കറിയില്ല. അതുപോലെ ഇവിടെ ഖബ്ദാണോ ഉത്തമം ബസ്താണോ ഉത്തമം എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഖബ്ദിൻ്റെ സമയത്ത് ഒരിക്കലും തന്നെ ക്ഷമകേട് വരാൻ പാടില്ല, സന്തോഷക്കുറവ് വരാൻ പാടില്ല. ബസ്തിന് സ്വാഗതം ചെയ്യുന്നത് പോലെ തന്നെ ഖബ്ദിനെയും സ്വാഗതം ചെയ്തു കൊള്ളണം. മത്വാലി അംവാരിൽ ഖുലൂബ് വൽ അസ്റാർ നൂറും മുസ്തൗദഉൻ ഫിൽ ഖുലൂബി മദദുഹു മിനൻ നൂരിൽ വാരിദി മിൻ ഖസാഇനിൽ ഖുയൂബ് നൂറുൻ യക്ശഫു ലക അൻ ആസാരി വനൂറുൻ യക്ശഫു ലക ബിഹി അൻ ഔസാഫി. മത്വാലി അൻവാരി, പ്രകാശങ്ങളുടെ ഉദയസ്ഥാനങ്ങൾ, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുണ്ടാകുന്ന ദിവ്യമായ പ്രകാശങ്ങൾ. ആ പ്രകാശങ്ങളുടെ ഉദയസ്ഥാനങ്ങൾ എവിടെയാണ്? അൽ ഖുലൂബു വൽ അസ്റാറു, ഹൃദയങ്ങളും അന്തരംഗങ്ങളുമാണ്. ഹൃദയങ്ങളും അന്തരംഗങ്ങളുമാണ് പ്രകാശങ്ങളുടെ ഉദയസ്ഥാനങ്ങൾ. ഹൃദയങ്ങളെ ഒരു ആകാശത്തോട് ഉപമിച്ചിരിക്കുകയാണ്. ആ ആകാശത്ത് അതാ നക്ഷത്രങ്ങൾ ഉദയം ചെയ്യുന്നു, പ്രകാശമുണ്ടാകുന്നു. അപ്പോൾ ഹൃദയമാകുന്ന ആകാശത്ത് അള്ളാഹുവിൻ്റെ പ്രകാശങ്ങൾ ഉദയം ചെയ്യുന്നു. അങ്ങനെയുള്ള പ്രകാശങ്ങളുടെ, ദിവ്യമായ പ്രകാശങ്ങളുടെ ഉദയസ്ഥാനങ്ങളാണ് ഹൃദയങ്ങളും അന്തരംഗങ്ങളും. മത്വാരിൽ ഖുലൂബ് വൽ അസ്റാർ, ദിവ്യ പ്രകാശങ്ങളുടെ ഉദയസ്ഥാനങ്ങളാണ് ഹൃദയങ്ങളും അതുപോലെ തന്നെ അന്തരംഗങ്ങളും. അവിടെ പ്രകാശം ഉദയം ചെയ്യുന്നു, അവിടെ പ്രകാശം ഉദയം ചെയ്യുന്നു. ഇനി പ്രകാശത്തെക്കുറിച്ച് പറയട്ടെ. ഹൃദയത്തിലുള്ള പ്രകാശം എന്താണ്? നിശ്ചയത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള മൂലമായിട്ടുള്ള പ്രകാശം ദൃഢജ്ഞാനം, ദൃഢവിശ്വാസമാണ്. നൂറുൽ യഖീൻ എന്ന് പറയുന്നതായ ദൃഢമായ വിശ്വാസത്തിൻ്റെയും ദൃഢജ്ഞാനത്തിൻ്റെയും പ്രകാശമാണ്. ആ പ്രകാശം നൂറും മുസ്തൗദഉൻ ഫിൽ ഖുലൂബ് മദദുഹു മിനൻ നൂർ, ഹൃദയത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള പ്രകാശം. ആ പ്രകാശത്തിൻ്റെ പരിപോഷണം എന്തിൽ നിന്നാണ്? നൂറുൽ യഖീൻ എന്ന ദൃഢമായ വിശ്വാസത്തിൻ്റെ ഒരു പ്രകാശം മനസ്സിലുണ്ടാകുന്നു. ആ പ്രകാശം അങ്ങനെ വളർന്ന് പടർന്ന് പന്തലിക്കുന്നു. അതിൻ്റെ പരിപോഷണം എവിടെ നിന്നാണ് വരുന്നത്? അത് മിനൻ നൂരിൽ വാരിദി, സമാഗതമാകുന്ന പ്രകാശത്തിൽ നിന്നാണ് അതിൻ്റെ പരിപോഷണം. എവിടെ നിന്നാണ് സമാഗതമാകുന്നത്? മിൻ ഖസാഇനിൽ ഖുയൂബ്, അദൃശ്യങ്ങളാകുന്ന നിധികൾ, ഖജനാവുകളിൽ നിന്ന്, അദൃശ്യങ്ങളാകുന്ന ഖജനാവുകളിൽ നിന്ന് സമാഗതമാകുന്ന പ്രകാശത്തിൽ നിന്നാണ് അതിൻ്റെ പരിപോഷണം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തിനുള്ള ടോർച്ചടി അദൃശ്യമായ ലോകത്തിൽ നിന്നുണ്ടാകുന്നു. അങ്ങനെ അദൃശ്യ ജ്ഞാനങ്ങൾ അള്ളാഹു തആല നൽകുന്നു. അതിൽ നിന്ന് ആ ഖജനാവുകൾ, അദൃശ്യങ്ങളാകുന്ന ഖജനാവുകളിൽ നിന്ന് സമാഗതമാകുന്ന പ്രകാശങ്ങൾ കൊണ്ട് പരിപോഷിതമാവുകയാണ് ഹൃദയത്തിലുള്ള പ്രകാശം. ആ ഹൃദയത്തിലുള്ള പ്രകാശം എന്ന് പറയുമ്പോൾ അത് രണ്ട് വിധത്തിലുള്ള പ്രകാശമുണ്ട്. പ്രകാശം എന്ന് പറയുന്നത് രണ്ട് വിധത്തിലുള്ള പ്രകാശമുണ്ട്. ഒരു പ്രകാശം ബാഹ്യമായ പ്രകാശമാണ്, ഒരു പ്രകാശം ആന്തരികമായ പ്രകാശമാണ്. ഒരു പ്രകാശം ബാഹ്യമായ പ്രകാശമാണ്. ആ ബാഹ്യമായ പ്രകാശം കൊണ്ട് ബാഹ്യപ്രപഞ്ചമാണ് അനാവരണം ചെയ്യപ്പെടുന്നത്. മറ്റൊന്ന് ആന്തരികമായ പ്രകാശമാണ്. ആന്തരികമായ പ്രകാശം കൊണ്ട് ആന്തരിക ലോകമാണ് അനാവരണം ചെയ്യപ്പെടുന്നത്. അതാണ് പറയാൻ പോകുന്നത്. പ്രകാശം രണ്ട് വിധം. ഹൃദയത്തിൽ നിക്ഷിപ്തമാകുന്ന പ്രകാശം രണ്ട് വിധത്തിലുണ്ട്. നൂറുൻ യക്ഷിഫു ലക്ക ബിഹി അൻ ആസാരി, ഒരു പ്രകാശം യക്ഷിഫു ലക്ക, അള്ളാഹു നിനക്ക് മറന്നീക്കി കാണിച്ചു തരുന്നു. ബിഹി, ആ പ്രകാശം കൊണ്ട്, അൻ ആസാരിഹി, അവൻ്റെ സൃഷ്ടികളിൽ നിന്ന് മറന്നാക്കി കാണിച്ചു തരുന്നു. അള്ളാഹുവിൻ്റെ ആസാറിൽ നിന്ന്, സൃഷ്ടികളിൽ നിന്ന് മറന്നീക്കി കാണിച്ചു തരുന്നു. അപ്പോൾ സൃഷ്ടികളെ അനാവരണം ചെയ്ത് കാണിച്ചു തരുന്നു. നൂറിനൊരു പ്രകാശം യക്ഷിഫു ലക്ക ബിഹി, അത് മുഖേന അള്ളാഹു നിനക്ക് അനാവരണം ചെയ്തു തരുന്നു. അൻ ആസാരിഹി, അവൻ്റെ സൃഷ്ടികളെ അനാവരണം ചെയ്തു തരുന്നു, മറന്നീക്കി കാണിച്ചു തരുന്നു. അതെന്താ? സൃഷ്ടികളെ അനാവരണം ചെയ്യുക എന്ന് പറയുമ്പോൾ അടിമകളുടെ സ്ഥിതിഗതികൾ, മനുഷ്യന്മാരുടെ സ്ഥിതിഗതികൾ, അവരുടെ അന്തരംഗത്തുള്ള മനസ്സിലുള്ള കാര്യങ്ങൾ മെൻ്റൽ റീഡിങ് നടത്താൻ പറ്റുന്നു, മനസ്സ് വായിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ ആകാശലോകത്തുള്ള രഹസ്യങ്ങൾ അറിയാൻ കഴിയുന്നു, ഭൂഗർഭത്തിലുള്ള രഹസ്യങ്ങൾ അറിയാൻ കഴിയുന്നു, ആകാശത്തിന് മുകളിലുള്ളതും ഭൂമിക്കടിയിലുള്ളതുമായ രഹസ്യങ്ങൾ അറിയാൻ കഴിയുന്നു, ആളുകളുടെ അന്തരംഗത്ത് മനസ്സിലുള്ള രഹസ്യങ്ങൾ അറിയാൻ കഴിയുന്നു. ഇങ്ങനെയുള്ളൊരു പ്രകാശം, ഇത് ബാഹ്യമായ പ്രകാശമാണ്. ഇതുകൊണ്ടുണ്ടാകുന്നത് കശ്ഫുൻ സൂരി, ബാഹ്യമായിട്ടുള്ള അനാവരണമാണ് ഉണ്ടാകുന്നത്. അതാണ് നൂറുൻ യക്ഷിഫു ലക ബിഹി അൻ ആസാരി
ഒരു പ്രകാശം അതുകൊണ്ട് അള്ളാഹു നിനക്ക് അനാവരണം ചെയ്തു തരുന്നു. അന്നാസാരി അവൻ്റെ സൃഷ്ടികളെ അനാവരണം ചെയ്തു തരുന്നു. ആകാശത്തും ഭൂമിയിലുമുള്ള സൃഷ്ടികളെ അള്ളാഹ് അനാവരണം ചെയ്ത് അവിടെ ഉള്ളതായ അദൃശ്യ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ നിനക്ക് കാണിച്ചു തരുന്നു. വനൂറുൻ മറ്റൊരു പ്രകാശം യക്ഷ്ഫു ലക ബിഹി അത് മുഖേന അള്ളാഹു നിനക്ക് തുറന്ന് കാണിച്ചു തരുന്നു, മറനീക്കി കാണിച്ചു തരുന്നു. ഔസാഫിഹി അള്ളാഹുവിൻ്റെ മഹൽ ഗുണവിശേഷങ്ങളിൽ നിന്ന് മറനീക്കി കാണിച്ചു തരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ മഹൽ വിശേഷങ്ങളെ അള്ളാഹു ആ പ്രകാശം മുഖേന അള്ളാഹ് അനാവരണം ചെയ്ത് കാണിച്ചു തരുന്നു. അതാണ് രണ്ടാമത്തെ പ്രകാശം. വനൂറും മറ്റൊരു പ്രകാശം യക്ഷ്ഫു ലക ബിഹി അത് മുഖേന അള്ളാഹു അനാവരണം ചെയ്യുന്നു. ഔസാഫിഹി അവൻ്റെ ഗുണവിശേഷങ്ങളെ, അള്ളാഹുവിൻ്റെ ജമാലിൻ്റെയും ജലാലിൻ്റെയും ഗുണവിശേഷങ്ങൾ, അള്ളാഹുവിൻ്റെ മഹത്തായ സിഫാറ്റിൻ്റെ ഉൾപ്പൊരുളുകൾ ഗ്രഹിക്കുന്നു. അത് മുഖേന ഉണ്ടാകുന്ന പ്രകാശങ്ങൾ, അത് മുഖേന ഉണ്ടായിത്തീരുന്ന പ്രകാശമാണ്. ആ പ്രകാശങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ ഗുണവിശേഷങ്ങളുടെ ഉൾപ്പൊരുളുകൾ മനസ്സിലാക്കാനും അതിൽ നിന്ന് പ്രകാശം ഉൾക്കൊള്ളാനും സഹായകമാകുന്നു. ഈ കശ്ഫ്, ഇതിലൂടെ ഉണ്ടാകുന്ന കശ്ഫ്, അത് കശ്ഫു മൈനവി, ആദ്യത്തെ കശ്ഫ് സുവരിയാണ്, ബാഹ്യമായിട്ടുള്ള അനാവരണമാണ്. ഇത് ആന്തരികമായിട്ടുള്ള അനാവരണമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രകാശങ്ങളൊക്കെ തന്നെ മനസ്സിലുണ്ടായിത്തീരുന്നു. ആ പ്രകാശങ്ങൾ അത് വളർന്ന് പടർന്ന് പന്തലിക്കുന്നു, അതിന് പരിപോഷണം ലഭിക്കുന്നു. ഇതിനെന്ത് വേണം? ഇബാദത്തിലൂടെ, റിയാദകളിലൂടെ, മുജാഹദകളിലൂടെ, കഠിനമായ അധ്വാനത്തിലൂടെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനോട് നിരന്തരമായ പ്രാർത്ഥന നടത്തി, മനം തെളിയാൻ, ഉള്ളം തെളിയാൻ അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തി, മനോദർപ്പണത്തിൽ അള്ളാഹുവിൻ്റെ പ്രകാശം വരുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തി അള്ളാഹുവിൽ സമർപ്പണം നടത്തണം. അങ്ങനെ നാം എത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശം നൽകുന്നതാണ്. അങ്ങനെ അള്ളാഹു പ്രകാശം നൽകുന്ന മഹാന്മാരുടെ ഹക്ക് ജാഹു ബറക്കത്ത് കൊണ്ട് നമ്മുടെ കൽബിലേക്കും അള്ളാഹു അവൻ്റെ മഹല് ഫദ്ല് കൊണ്ട് അല്പം പ്രകാശം ചൊരിച്ചു തിരുമാറാകട്ടെ. ഉടയ തമ്പുരാനെ, നിൻ്റെ പ്രകാശം കൊണ്ട് ഞങ്ങളുടെ കൽബുകൾ പ്രകാശിപ്പിച്ച് തരണമേ റഹ്മാനെ. കബുലിലും ബസ്തിലും ഒരുപോലെ നിൻ്റെ വിധിയെ സ്വാഗതം ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.